ഹലോ ഗൈസ്, വെൽക്കം ടു സയൻസ് ഓമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ഈ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്താണെന്നല്ലേ, ഇതൊരു ലൈറ്റ് ക്യൂബാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒരു ക്യൂബ് മാത്രമാണ്, ഇതിനകത്തുനിന്ന് വെട്ടം വരുവാണ്. ഓക്കെ, ഇതിന് വേറെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ടില്ല, ഓൺ ആക്കാനായിട്ട് സ്വിച്ച് ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. ജസ്റ്റ് ഒരു ലൈറ്റിൻ്റെ ക്യൂബ്. അപ്പോൾ ഇതിന് 2-3 മോഡുകളുണ്ട്. ഇപ്പോൾ ഇത് യെല്ലോ കളറിലാണ്. ഇത് ഞാൻ ഒന്നോട്ട് ചെയ്താൽ വൈറ്റ് ആകും, ഒന്നോട്ട് വെച്ചാൽ യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ആവും. അതുപോലെ തന്നെ കൂടുതൽ നേരം ഞെക്കി പിടിച്ചാൽ എനിക്കിതിൻ്റെ വെട്ടം കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഇത് ഒരു ലൈറ്റ് ക്യൂബ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് എങ്ങനെയാണ് ഒരു ലൈറ്റ് ക്യൂബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഈ ലൈറ്റ് ക്യൂബിനകത്ത് നമ്മൾ ഇപ്പോൾ ചാർജിങ്ങിനായിട്ട് ഒരു 60 ടേണ് കോപ്പറിൻ്റെ കോയിൽ വെച്ചിട്ടുണ്ട്, ഇനാമൽഡ് കോപ്പർ കോയിൽ. അപ്പോൾ നമ്മൾ സാധാരണ ഫോണിൻ്റെയൊക്കെ ചാർജിങ്ങിൻ്റെ മീൻസ് വയർലെസ് ചാർജിങ്ങിൻ്റെ സാധനം ഉണ്ടല്ലോ, അതിൽ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഇത് ചാർജ് ആകും. ഒരു 5 വോൾട്ടിൻ്റെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചാർജ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിന് വേണ്ടി തന്നെയുള്ള ഒരു ചാർജിങ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ആക്കിയിട്ടില്ല. മേ ബി ഇനി വരുന്നൊരു വീഡിയോയിൽ നമുക്ക് അതുപോലൊരു വയർലെസ് ചാർജിങ് സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രൊജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.